ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കർക്കിടക മാസം തുടങ്ങാൻ പോകുകയാണ്. ഈ വരുന്ന ജൂലൈ 17 വ്യാഴാഴ്ചയാണ് കർക്കിടകം 1 വരുന്നത്. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു മാസമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത്. പണ്ടൊക്കെ പഞ്ഞമാസം എന്നാണ് കർക്കിടക മാസത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയൊന്നുമല്ല. കർക്കിടക മാസത്തിൽ എല്ലാവരും രാമായണം വായിക്കാറുണ്ട്. ശ്രീ ഭഗവതിയെ വീട്ടിൽ കുടിയിരുത്തിയിട്ടാണ് നമ്മളൊക്കെ രാമായണം പാരായണം ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കർക്കിടകം 1 മുൻപായി നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ ശ്രീ ഭഗവതിയെ വീട്ടിൽ കുടിയിരുത്തിയിട്ടോ രാമായണം പാരായണം ചെയ്തിട്ടോ ഒന്നും യാതൊരു രീതിയിലുമുള്ള കാര്യവുമില്ല. ശ്രീ ഭഗവതിയെ നമ്മൾ വീട്ടിൽ കുടിയിരുത്തുന്നതും അതേപോലെ രാമായണം പാരായണം ചെയ്യുന്നതുമൊക്കെ നമ്മുടെ വീടിൻ്റെ ശ്രേയസ്സിനും യശസ്സിനും നന്മയ്ക്കും അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിക്കും ഒക്കെ വേണ്ടിയിട്ടാണ്. നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരുടെയും ആയുരാരോഗ്യത്തിനും അവർക്ക് ഐശ്വര്യം ഉണ്ടാവാനും വേണ്ടിയിട്ട് നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത് അങ്ങനെ ഒരു കാര്യമാണ്. നമുക്ക് അത് എന്താണെന്ന് നോക്കാം. ദക്ഷിണായനത്തിൻ്റെ ആരംഭമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത്. കർക്കിടക മാസത്തെ തമിഴിൽ ആടിമാസം എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ രാമായണം വായിച്ച് ശ്രീരാമന് വളരെയധികം പ്രിയപ്പെട്ട മാസം എന്ന് പറയുന്നത് പോലെ തന്നെ സാക്ഷാൽ ദേവിക്ക് വളരെയധികം പ്രിയപ്പെട്ട മാസമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത്. അതിൽ തന്നെ കർക്കിടക മാസത്തിലെ ഓരോ ദിവസത്തിനും പ്രത്യേകതയുണ്ട്. കർക്കിടക മാസത്തിലെ ഓരോ വെള്ളിയാഴ്ചയ്ക്കും വളരെയധികം ഫലപ്രാപ്തിയുണ്ട് ലക്ഷ്മി പൂജ നമ്മൾ ചെയ്താൽ. അതേപോലെ തന്നെ തമിഴ്നാട്ടിലൊക്കെ ഞാൻ പറഞ്ഞു ആടിമാസം എന്നാണ് പറയുന്നത്. ആടിപ്പെരുക്ക്, ആടിക്കൃത്തിക, ആടിപ്പൂരം ഇതൊക്കെ അവർ വളരെയധികം നല്ല രീതിയിൽ കൊണ്ടാടും. നമുക്ക് നമ്മുടെ കുലദൈവത്തെ പ്രാർത്ഥിക്കാനും ഏറ്റവും വളരെ മഹത്തരമായിട്ടുള്ള മാസമാണ് കർക്കിടകം എന്ന് പറയുന്നത്. ഈ ഒരു കർക്കിടക മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മാസങ്ങളിൽ വെച്ച് നമ്മുടെ കർമ്മവിനകൾ അത് തീർക്കാൻ ഏറ്റവും നല്ല മാസമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞു പോയ ജന്മത്തിലെ ആണെങ്കിലും ഈ ജന്മത്തിലെ ആണെങ്കിലും എല്ലാ രീതിയിലുമുള്ള പാപങ്ങളും ദോഷങ്ങളും ഒക്കെ മാറ്റാൻ പറ്റിയ മാസമാണ് കർക്കിടക മാസം. ഈ ഒരു കർക്കിടക മാസത്തിൽ ദേവിയെ പൂജിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് നമുക്ക് വൈകുന്നേരങ്ങളാണ്. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വാഗ്രഹം നീചമടയുന്ന മാസമാണ് ഈ ഒരു കർക്കിടക മാസം എന്ന് പറയുന്നത്. ഗുരു ഭഗവാൻ ഉച്ചമടയുന്ന മാസവും ചൊവ്വാഗ്രഹം നീചമടയുന്ന മാസവും മറ്റു മാസങ്ങളേക്കാൾ കൂടുതൽ പൂജകൾക്കും പ്രാർത്ഥനകൾക്കും ക്ഷേത്ര ദർശനത്തിനും നമ്മൾ കർക്കിടക മാസത്തിലെ ഓരോ ദിവസത്തെയും മാറ്റിവെക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഈ കർക്കിടക മാസത്തെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് ക്ഷണിക്കുന്നതിന് മുൻപായി നമ്മൾ നമ്മുടെ വീട് വളരെയധികം വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇത് മിക്കവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. എന്നാൽ പോലും നമ്മുടെ വീട് കംപ്ലീറ്റ് ആയിട്ട് ഓരോ കോണുകളും ഉൾപ്പെടെ നമ്മളത് ക്ലീൻ ആക്കണം. ഇത്രയും നേരത്തെ ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ കാരണം ആ സമയത്ത്, അതായത് ഒരാഴ്ചയ്ക്ക് മുൻപോ ഈ പറയുന്ന 3 ദിവസം മുൻപോ ഞാൻ ഈ വീഡിയോ ഇട്ടാൽ തീർച്ചയായും നിങ്ങൾക്ക് ചിലപ്പം ക്ലീൻ ആക്കാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല. എല്ലാവരും ജോലിക്ക് പോകുന്നവരും തിരക്കുകളും മക്കൾക്ക് സ്കൂളിൽ പോകേണ്ട തിരക്കൊക്കെ ഉള്ളവരായിരിക്കും. അപ്പം ഇപ്പോഴേ ഇട്ടാൽ നിങ്ങൾക്കിത് കണ്ട് വീടിൻ്റെ ഓരോ മുറികളായിട്ട് ക്ലീൻ ആക്കി തുടങ്ങാം. ആദ്യം തന്നെ നമ്മുടെ വീട്ടിലെ ചുക്കിരി വലകൾ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കളയണം. ഒരു ചിലന്തി വലകൾ പോലും നമ്മളുടെ വീട്ടിലുണ്ടാവാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പഴയ എന്ത് സാധനവും നമ്മൾ ഉപയോഗിക്കാത്ത മിക്കവർക്കും പൊട്ടിയ പാത്രങ്ങളും ചെരുപ്പുകളും പൊട്ടിയ ചില്ല് പാത്രങ്ങൾ വരെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കുന്ന സ്വഭാവമുള്ളവരുണ്ട്. അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വേണ്ടാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് കളയുക തന്നെ വേണം. അതേപോലെ പാത്രങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് മാറ്റി വാങ്ങാൻ പറ്റുന്ന ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വാങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ്. അടുക്കളയിലെ ഓരോ പാത്രങ്ങളും തേച്ച് കഴുകി തുടച്ച് വൃത്തിയാക്കി വെക്കണം. ഓണത്തിന് മുൻപുള്ള കർക്കിടക മാസം എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ ശുചീകരണം ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അതുമാത്രവുമല്ല, നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ പൊട്ടിയിട്ടുള്ള വിഗ്രഹങ്ങളോ വക്ക് പൊട്ടിയിട്ടുള്ള പാത്രങ്ങളോ അതേപോലെ
പോറലുകളും പൊട്ടലുകളും വീണിട്ടുള്ള ഫോട്ടോകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി പുതിയത് സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതേപോലെ പൂജാമുറി കർക്കിടകം 1-ാം തീയതിക്ക് മുമ്പ് നല്ല രീതിയിൽ ഡീപ്പ് ക്ലീനിങ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. എല്ലാവരും പൂജാമുറി എപ്പോഴും ക്ലീൻ ചെയ്യുന്നവരായിരിക്കും. എന്നാൽ പോലും കർക്കിടകം 1-ാം തീയതിക്ക് തലേ ദിവസം മുൻപ്, അതായത് കർക്കിടകം 1 വരുന്ന വ്യാഴാഴ്ചയ്ക്ക് തലേ ദിവസമായ ബുധനാഴ്ച തന്നെ എല്ലാ പൂജാപാത്രങ്ങളും തേച്ച് കഴുകി മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് പൂജാമുറി നല്ല റോസ് വാട്ടറൊക്കെ കൊണ്ട് നന്നായിട്ട് തുടച്ച്, അതേപോലെ ജവാദും പച്ചക്കർപ്പൂരം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് തുടച്ച് എല്ലാ ഫോട്ടോസൊക്കെ തുടച്ച് നല്ല വൃത്തിയാക്കി വെക്കണം. ശ്രീ ഭഗവതിയെ വീട്ടിലോട്ട് ക്ഷണിക്കുമ്പോൾ നമ്മുടെ വീട് എല്ലാ രീതിയിലും ഒരുങ്ങിയിരിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം അശുഭകരമായ വസ്തുക്കൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിലോട്ട് വരുന്നതിനത് തടസ്സമാവും. പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, വീടിന് മുന്നിലോ വീട്ടിനുള്ളിലോ എവിടെയാണോ നിങ്ങൾ തുളസിച്ചെടി വളർത്തുന്നത് ആ തുളസിച്ചെടി വളരാതെ മുരടിച്ചു നിൽക്കുകയോ ഉണങ്ങി നിൽക്കുകയോ വാടി നിൽക്കുകയോ ഒക്കെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് മാറ്റിക്കളഞ്ഞ് പുതിയ തുളസി വെച്ച് പിടിപ്പിക്കണം. കർക്കിടക മാസത്തിൽ വീടിന് മുൻപിൽ ഒരിക്കലും മുരടിച്ച കരിഞ്ഞു ഉണങ്ങി നിൽക്കുന്ന തുളസി പാടില്ല, അത് ശ്രദ്ധിക്കണം. അതേപോലെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടിൻ്റെ കന്നിമൂലയാണ്. വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയാണ് നമ്മൾ കന്നിമൂല എന്ന് പറയുന്നത്. ഈ ഭാഗം അതെവിടെയാണെന്നുണ്ടെങ്കിലും നന്നായി വൃത്തിയായിട്ട് തന്നെ ഇട്ടിരിക്കണം. ചപ്പുചവറുകൾ കൂട്ടി വെക്കാനോ പൊടി പിടിച്ചു കിടക്കാനോ മാറാല പിടിച്ചു കിടക്കാനോ സമ്മതിക്കരുത്. നല്ല രീതിയിൽ തൂത്ത് വൃത്തിയാക്കി തന്നെ വെക്കണം. അതിപ്പം നമ്മുടെ വീടിൻ്റെ ഉള്ളിലാണെങ്കിലും നമ്മുടെ വീടിൻ്റെ പുറത്തായാലും അത് ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിൽ കത്തിക്കുന്ന വിളക്കുകൾ, അത് എത്ര വിളക്കുകൾ ഉണ്ടെങ്കിലും അവയ്ക്ക് ചോർച്ചയുണ്ടെങ്കിൽ അത് മാറ്റി പുതിയത് മേടിക്കണം. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കിണ്ടിക്കും ചോർച്ചയുണ്ടെങ്കിൽ ഓട്ടയൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി പുതിയത് സ്ഥാപിക്കണം. ഈ വക കാര്യങ്ങൾ കർക്കിടക മാസത്തിൽ കർക്കിടക മാസം എന്നുള്ളതല്ല, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. പക്ഷേ കർക്കിടക മാസത്തിൽ ഇത് വളരെയധികം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പൈസ വെക്കുന്ന അലമാര, ആ അലമാര നല്ല രീതിയിൽ തൂത്ത് തുടച്ച് വൃത്തിയാക്കി പൊടിയൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തി അവിടെ സാമ്പ്രാണി പുകയൊക്കെ കാണിച്ച് നല്ല വൃത്തിയാക്കി വെക്കണം കർക്കിടക മാസം തുടങ്ങുന്നതിന് മുൻപായിട്ട്. മിക്കവരും എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എല്ലാ രീതിയിലുമുള്ള കുപ്പകളും മിക്കവരും അലമാരിയിൽ കൊണ്ടുവെക്കും. നമ്മൾ ഇടാത്ത ഡ്രസ്സുകൾ, കീറിയ ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ, ഒരു 6 മാസമായിട്ടും നിങ്ങൾ ഇടാത്തതും കീറിയതുമായിട്ടുള്ള ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഉപയോഗശൂന്യമാക്കുക തന്നെ വേണം. നമ്മൾ ഒരിക്കലും അത് വീട്ടിൽ സൂക്ഷിച്ച് വെച്ചാൽ അതുവഴി നമ്മുടെ വീട്ടിലോട്ട് വരുന്നത് നെഗറ്റീവ് എനർജി ആയിരിക്കും. അലമാരിയിലാണെങ്കിലും പെട്ടിയിലാണെങ്കിലും എവിടെയാണെങ്കിലും കീറിപ്പറഞ്ഞതും ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കൾ, അത് തുണിയാണെങ്കിലും പേപ്പറാണെങ്കിലും പഴകിയ ഡോക്യുമെൻറ്റ്സ്, അതായത് വേണ്ടാത്ത ഡോക്യുമെൻറ്റ്സ് ആണെങ്കിലും ഒക്കെ കളയേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ നമ്മുടെ വീടിൻ്റെ മുറ്റമാണെങ്കിലും വീടിൻ്റെ അകമാണെങ്കിലും വടക്ക് കിഴക്കേ ഭാഗം അത് വളരെയധികം വൃത്തിയായിട്ട് സൂക്ഷിക്കണം. വീടിനുള്ളിൽ അക്ഷയപാത്രം വെക്കാൻ ഞാൻ പറഞ്ഞിരിക്കുന്നത് അവിടെയാണ്. ആ ഭാഗത്ത് ചിലന്തി വലയുണ്ടോ പൊടികളുണ്ടോ എന്നൊക്കെ നോക്കി അതൊക്കെ ക്ലീൻ ആക്കിയാൽ. അതേപോലെ വീടിൻ്റെ മുറ്റത്ത് നമ്മൾ വീടിനകത്തും വളർത്തുന്ന ചെടികളിൽ ഉണങ്ങിയ മഞ്ഞ കളറിലെ ഇലകളുണ്ടെങ്കിൽ അവയൊക്കെ പൊട്ടിച്ചു മാറ്റണം. ഉണങ്ങിപ്പോയ കരിഞ്ഞു നിൽക്കുന്ന ചെടികളുണ്ടെങ്കിൽ അവയെല്ലാം മാറ്റണം. എല്ലാം നല്ല രീതിയിൽ ക്ലീൻ ആക്കേണ്ടത് അത്യാവശ്യമാണ്. കർക്കിടക മാസത്തിൽ ആ ഒരു ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ ശ്രീ ഭഗവതിയെ വീട്ടിലോട്ട് ക്ഷണിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാ രീതിയിലും ഐശ്വര്യം നിറഞ്ഞിരിക്കണം. നമ്മൾ ഒരുപാട് ധനമുള്ളവരും അതുപോലെ ഒരുപാട് കാശുകാർ കാണിക്കുന്നത് പോലെ അങ്ങനെ ചെയ്യുക എന്നുള്ളതല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അതിന് പകരമായിട്ട് നമ്മുടെ വീട്ടിലുള്ളത് എന്താണോ അതിനെ ഏറ്റവും നല്ല ഐശ്വര്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പൂജാമുറിയിൽ പഴയ പൂക്കൾ സൂക്ഷിച്ചു വെക്കുന്നത്, ഒരുപാട് പഴകിയ ചന്ദനം, കുങ്കുമം ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നവരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മളെടുത്ത് കളയണം. അതേപോലെ പഴയ കലണ്ടർ 2025 ആയെങ്കിലും ചിലപ്പം 2000-ലെ കലണ്ടർ വരെ സൂക്ഷിച്ചു വെക്കുന്നവരുണ്ടായിരിക്കാം. അതെല്ലാം നമ്മൾ കളയണം. പഴയ മാസികകൾ, ഇപ്പം ഗ്രഹലക്ഷ്മി, വനിത, മംഗളം, മനോരമ പോലുള്ള ഒരുപാട് മാസികകളുണ്ട്. ഇതൊക്കെ
നമുക്ക് തൂക്കി വിൽക്കാൻ പറ്റുമല്ലോ, അങ്ങനെ ചെയ്യണം. ഇതൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത് നെഗറ്റീവ് എനർജിക്ക് കാരണമാകും. അതുപോലെ ചെരുപ്പുകൾ, ഇപ്പം മക്കളുടെ കുഞ്ഞു കുഞ്ഞു ചെരുപ്പുകളൊക്കെ സൂക്ഷിച്ച് വെക്കുന്നതൊന്നും കുഴപ്പമില്ല, പക്ഷേ ഒരുപാട് പാടില്ല, എല്ലാം ഒരു ആവശ്യത്തിന് മാത്രം. പിന്നെ ക്ലോക്കുകൾ, കേടായ ക്ലോക്കുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നന്നാക്കി എടുക്കണം. നന്നാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് വേറെ പുതിയത് മേടിക്കണം. ബാറ്ററിയൊക്കെ ഉണ്ടോ എന്ന് ക്ലോക്കിനകത്ത് നോക്കണം. ഓടാത്ത ക്ലോക്ക്, വാച്ച് ഇവയൊന്നും നമ്മൾ വീട്ടിൽ സൂക്ഷിക്കരുത്. ചിലവർ അതിൻ്റെ ആ ഭംഗി കൊണ്ട്, ചില വാച്ചിൻ്റെയൊക്കെ ഭംഗി കൊണ്ട് സൂക്ഷിച്ചു വെക്കും. നന്നാക്കാൻ പറ്റില്ല, അത് കളഞ്ഞെങ്കിലേ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കളയുക തന്നെ ചെയ്യണം. അതേപോലെ പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിൽ, മെയിൻ ഡോറ് കർക്കിടകം 1 തലേ ദിവസം തന്നെ നല്ല രീതിയിൽ തൂത്ത് തുടച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുക എന്നുള്ളതാണ്. 1 തീയതി രാവിലെ നിങ്ങൾ മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് പ്രധാന വാതിലിനെ അലങ്കരിച്ചാൽ മതി. പക്ഷെ തലേ ദിവസം തന്നെ ആ വാതിൽ നല്ല വൃത്തിക്ക് തുടച്ച് വൃത്തിയാക്കി വെച്ചിരിക്കണം. അതേപോലെ പ്രധാനപ്പെട്ട മറ്റൊരു സ്ഥലം, നിങ്ങൾ അരി വെക്കുന്ന പാത്രം, അത് പ്ലാസ്റ്റിക് ആണെങ്കിലും സ്റ്റീലാണെങ്കിലും എന്താണെങ്കിലും കർക്കിടകം 1 മുൻപ് അത് നന്നായിട്ട് കഴുകി ഉണക്കി അതിൽ അരി നിറച്ച് വെച്ചിരിക്കണം. ഇത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പഴകിയ ഭക്ഷണങ്ങളൊന്നും 1 തീയതി നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല. അതായത് ഫ്രിഡ്ജിലാണെങ്കിലും വീട്ടിലാണെങ്കിലും പഴകിയ ഭക്ഷണങ്ങളുണ്ടെങ്കിൽ അവയൊക്കെ തലേദിവസം തന്നെ നീക്കം ചെയ്യണം. കർക്കിടകം 1 നമ്മുടെ വീട്ടിലെ എല്ലാ സാധനങ്ങളും ഫ്രഷ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം. കർക്കിടക മാസം മുഴുവൻ നോൺ വെജ് അവോയ്ഡ് ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ്. മരുന്ന് കഞ്ഞിയൊക്കെ കഴിക്കുന്നവരുണ്ടാവും, അതൊക്കെ അവരവരുടെ താല്പര്യാർത്ഥം. പിന്നെ എല്ലാവരോടും ഞാനിപ്പം നോൺ വെജ് ഒഴിവാക്കണം എന്നൊന്നും പറയുന്നില്ല, പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ അത് വളരെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ നിങ്ങൾ കർക്കിടക മാസം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. കർക്കിടക മാസം വരുന്നതിന് മുൻപ് ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ ശ്രദ്ധിക്കണം. കർക്കിടകം 1 തീയതി തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ളത് ഞാൻ വേറെ പറയാം. പക്ഷേ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക തന്നെ വേണം. ഇതിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, അരിപ്പാത്രം വൃത്തിയാക്കി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഉപ്പ് പാത്രവും തലേ ദിവസം തന്നെ കഴുകി ഉണക്കി വൃത്തിയാക്കി വെക്കണം. അതിൽ ഉപ്പുണ്ടെങ്കിലും അത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ആ ഉപ്പുപാത്രം നന്നായിട്ട് കഴുകി ഉണക്കി കർക്കിടകം 1 തീയതി ആ ഉപ്പുപാത്രം നിറഞ്ഞ് ഉപ്പിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. ഇതും നമുക്ക് വീട്ടിലോട്ട് ഐശ്വര്യം വരുന്നതിന് വേണ്ടിയിട്ടാണ്. അഴുക്കുപ്പുപാത്രമൊന്നും ആയിരിക്കരുത്, അതുകൊണ്ടാണ് തേച്ച് കഴുകി ശുദ്ധമാക്കി ഉപ്പുപാത്രം വെക്കണമെന്ന് പറഞ്ഞത്. ഇതൊക്കെ ചെയ്ത് നമ്മൾ നമ്മുടെ വീടിനെ ഒരുക്കി നിർത്തുക. കർക്കിടക മാസത്തെ വരവേൽക്കാനാണെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശ്രീ ഭഗവതി മഹാലക്ഷ്മിയായി തന്നെ നമ്മുടെ വീട്ടിലോട്ട് വരികയും 30 ദിവസവും മഹാലക്ഷ്മി നമ്മുടെ വീട്ടിൽ വസിച്ച് സംതൃപ്തയായി എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങളും നമുക്ക് തരുന്നതുമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇന്ന് മുതൽ തന്നെ ഓരോ കോണായിട്ടെങ്കിലും വീട് വൃത്തിയാക്കാൻ ശ്രമിച്ചോളൂ. അപ്പോഴേക്കും 17-ാം തീയതി ആകുമ്പോഴേക്കും എല്ലാം ക്ലീൻ ആയിരിക്കും. അപ്പം എല്ലാവരും ഇത് ചെയ്യണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.